വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. എൻ്റെ ഒരു ആദ്യത്തെ വീഡിയോ ആണിത്. കുറച്ച് ചെറിയ തരം പ്ലാന്റ്സ് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലത്തെ പ്ലാന്റ്സും കുറച്ച് പെബിൾസും ഒക്കെ വെച്ചിട്ട് വീടിൻ്റെ അകം നമ്മൾ ആരെങ്കിലുമൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് തന്നെയോ കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണിത്. എൻ്റെ പേര് ഷൈനി സേവ്യർ എന്നാണ്. എനിക്ക് വയസ്സ് 60. വളരെ വൈകിയ വേളയിൽ ഞാൻ തുടങ്ങിയൊരു ചാനലാണിത്. ഞാൻ ചെയ്യുന്ന ഈ ചെറിയ അറേഞ്ച്മെൻറ്റ്സും എൻ്റെ ചാനലുമൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇതുപോലെയുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. എൻ്റെ ആദ്യത്തെ കുറച്ച് വീഡിയോസിൽ മാത്രമേ ഞാൻ ഇതുപോലെ വോയിസ് ഓവർ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അല്ലാതെ ഞാനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കെല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ. ഇങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പല ടൈപ്സ് കൊച്ചു ചെടികളും പലതരം കല്ലുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ, അതും പല നിറം ഉണ്ടെന്നുണ്ടെങ്കിൽ, കറുപ്പും വെള്ളയും മാത്രമാണെങ്കിലും മതി. അപ്പം നമുക്ക് എവിടെയെങ്കിലും ഒക്കെ റോഡിലൊക്കെ കിട്ടുന്ന കല്ലാണെങ്കിലും മതി. ഇത് ഞാൻ കുറച്ച് പൈസ കൊടുത്ത് മേടിച്ചതാണ്. കുറച്ച് എൻ്റെ കയ്യിലൊക്കെ യാദൃച്ഛികമായിട്ട് വന്നു പെട്ടതുമുണ്ട്. പിന്നെ ആമസോണിൽ ഇങ്ങനെ പല കളർ കല്ലുകളും ഇതിന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഞാൻ ഓരോ ദിവസവും ഓരോ അറേഞ്ച്മെൻ്റ് ആയിരിക്കും കാണിക്കുന്നത്. അറേഞ്ച്മെൻറ്റ്സിന് ഈ തരം ചെടികൾ മാത്രമേ പറ്റുള്ളൂ എന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചെടിയും ഇങ്ങനെ വെച്ച് വരുമ്പം ഏതൊക്കെ ചെടിയാണോ ഭംഗി, അങ്ങനെ ഏത് ചെടിയും നമുക്ക് പല തരത്തിലുള്ള ചെടികൾ ഇങ്ങനെ കൂട്ടി ഒരു 2, 3, 4 തരത്തിലുള്ള ചെടികൾ ഒരെണ്ണത്തിൽ ഉൾപ്പെടുത്താം. പിന്നെ വച്ച് വരുമ്പോൾ ഒരുപാട് അങ്ങ് ക്രൗഡഡ് ആയി പോകരുതെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ ചിലരൊക്കെ ഒരുപാട് നിറത്തിലുള്ള കല്ലുകൾ വെക്കും. എനിക്ക് അതും വലിയ താല്പര്യമില്ല. മാക്സിമം 1, 2 അല്ലെ 3, മാക്സിമം പോയാൽ 3 കളറുകൾ മാത്രം വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കുറേ കൂടി ഒരു ഭംഗി. ചെടികളൊന്നും വാങ്ങിയതല്ല, എൻ്റെ കയ്യിലൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ചെടികളൊക്കെ ഇതിൻ്റെ അകത്തോട്ട് വെക്കുമ്പോൾ നമുക്കറിയാമല്ലോ വെള്ളം ഒഴിക്കുന്നതാണ്. അപ്പോൾ ആ ചെടിയുടെ ആ അടിയിലുള്ള ആ മണ്ണെല്ലാം നന്നായിട്ട് കഴുകി കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതിനകത്ത് വെക്കാനായിട്ട്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വെള്ളം അങ്ങ് ചീത്തയായി പോയില്ലേ. ഒരു വലിയ ചെടിയും ബാക്കിയുള്ളത് കൊച്ചു പലതരം ചെടികൾ വെക്കുന്നതുമാണ് നല്ലത് കേട്ടോ. നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിളിലോ സെൻറ്റർ ടേബിളിലും ഒക്കെ വെക്കാനായിട്ട് പറ്റുന്ന അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇതൊക്കെ. പണ്ടൊക്കെ പൂക്കൾ കൊണ്ടൊക്കെ ആയിരുന്നു എല്ലാവരും അറേഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നല്ല ലേറ്റസ്റ്റ് ട്രെൻഡായിട്ടൊക്കെ വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള ഡെക്കറേഷൻസ് ആണ് ഇപ്പോൾ ട്രെൻഡായിട്ട് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ആ വൈറ്റ് ബ്ലാക്കും ചെറിയ പെബിൾസും പിന്നെ ഇതിനകത്ത് ഞാൻ 2 സ്വാനിനെ ഇടുന്നുണ്ട്, 2 അരയന്നങ്ങൾ. അതുമൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ ഇതിനകത്തുനിന്ന് ആമസോണിൽ നിന്ന് മേടിച്ച കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. പിന്നെ ഇതിൻ്റെ ഒരു കളക്ഷൻ നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് തന്നെ മാറി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഡെക്കറേഷൻസ് മാറ്റിയാൽ മതി. ചെടികൾ മാറ്റുകയും പല കളർ കല്ലുകൾ വെക്കുകയും പിന്നെ നമ്മുടെ കയ്യിൽ ശംഖൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ എടുക്കുന്ന ശംഖ്, അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിനകത്ത് നമ്മളുടെ യുക്തിക്കനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പം ദേ ഞാൻ വെച്ചിരിക്കുന്നത് പായലാണ്. പുറത്തൊരു ചെറിയൊരു പോണ്ടുണ്ടായിരുന്നു, അവിടെ ഒരു കല്ലിൽ കുറച്ച് പായൽ പിടിച്ചിരുന്നു. ആ പായൽ ഇളക്കിക്കൊണ്ട് വന്നാണ് ഇപ്പോൾ അവസാനം വെച്ച് കൊടുത്തത്. ഏറ്റവും അവസാനം നമ്മൾ വെള്ളവും ഒഴിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ അരയന്നങ്ങളെ വെക്കാനായിട്ട്. വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും പായൽ ചിലപ്പോൾ പൊങ്ങി പോരുമായിരിക്കും, അതിന് വലിയ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട്. എന്നാലും സാരമില്ല, അത് ഓടി നടന്നിട്ടല്ലേ. അപ്പം ഞാൻ എൻ്റെ വലിയൊരാഗ്രഹം പോലെ ജീവിതത്തിൻ്റെ 3/4 ഭാഗമൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഒരു ചാനൽ തുടങ്ങുന്നത്. എങ്കിലും ഇങ്ങനെയുള്ള ഒരു പാഷൻ മനസ്സിൽ കിടന്നതുകൊണ്ട് ഞാനിതങ്ങ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. നമ്മൾ കുറച്ച് ലേറ്റായി പോയി എന്നും പറഞ്ഞുകൊണ്ട് ഒരിടത്തും വെച്ച് നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഏത് പ്രായത്തിലായാലും നമുക്കിഷ്ടമുള്ള ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് കൊണ്ട് നടന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യാൻ തന്നെ ശ്രമിക്കുക. അപ്പോൾ തന്നെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനും മനസ്സ് കുറേ കൂടെ ഹാപ്പിയാക്കാനും പറ്റും. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്